നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ ബസ് ഷെൽട്ടർ. എറണാകുളം പറവൂർ വാണിയക്കാടാണ് ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നത്. നിരോധിത സംഘടനയുടെ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാത്തത് പോലീസ് വീഴ്ച എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, കൊച്ചിയിൽ നിരോധിത സംഘടനയുടെ ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നു. യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. നിരോധിച്ച സംഘടനകളുടെ പേരും ഫ്ലെക്സും ബോർഡും സ്തൂപങ്ങളും സമാനമായ ബസ് ഷെൽട്ടറുകളുമെല്ലാം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പരസ്യമായി നിലനിൽക്കുകയാണല്ലോ ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ നിരോധിത ഭീകര സംഘടനയുടെ പേരിലാണ് ഇത്തരത്തിൽ ശക്തി കേന്ദ്രത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത ഭീകര സംഘടന, ആ ഭീകര സംഘടനയെ നിരോധിച്ച് 3 വർഷം പിന്നിടുമ്പോഴും അത്തരത്തിൽ അവരുടെ പേരിൽ ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പാണ്, സർക്കാർ സംവിധാനങ്ങളാണ്. എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ നോക്കുകുത്തിയാനായി നിൽക്കുമ്പോഴാണ് 2018 സ്ഥാപിച്ച ബസ് ഷെൽട്ടർ പിന്നീട് ആ സംഘടനയെ നിരോധിക്കുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, രാജ്യദ്രോഹ നീക്കങ്ങളുടെ പേരിൽ, രാജ്യവിരുദ്ധ ആശയ പ്രചാരണത്തിന്റെ പേരിൽ, മതഭീകരത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ നിരവധി കുറ്റങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സംഘടന നിരോധിക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ ഒരു രാജ്യത്ത് നിരോധിക്കപ്പെടുന്ന സംഘടന വീണ്ടും അത് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളും, അത് ഓഫീസുകളാണെങ്കിലും ബന്ധപ്പെട്ട മറ്റ് കൊടികളോ തോരണങ്ങളോ പോസ്റ്ററുകളോ ബാനറുകളോ ആണെങ്കിലും എല്ലാം തന്നെ നീക്കം ചെയ്യണം ആ രാജ്യത്ത് നിന്ന് എന്ന കർശനമായ നിർദ്ദേശമുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത് കർശനമായി പാലിക്കുകയും ചെയ്യുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രമായ വാണിയക്കാട് ഇത്തരത്തിൽ ബസ് ഷെൽട്ടർ പ്രവർത്തിക്കുന്നത്. ആ ബസ് ഷെൽട്ടർ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാരണം ശക്തമായ നടപടിയെടുക്കേണ്ട അധികാരികളാണ് ഇവിടെ കണ്ടില്ല എന്ന് നടിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഭീകരവാദികളെ അനുകൂലിക്കുന്ന, ഭീകരവാദികൾക്ക് മതപ്രീണനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിരവധി രഹസ്യയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ രഹസ്യ യോഗങ്ങളിൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ അംഗങ്ങൾ പങ്കെടുത്തു. എങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെയെല്ലാമാണ് അതിൻ്റെ ആശയപ്രചരണങ്ങൾ നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഈ ആലോചനാ യോഗങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചില സംഘടനകളെ, മറ്റു ചില സംഘടനകളെ മറയാക്കി പോലും പ്രവർത്തിക്കാനുള്ള ആലോചനകളെല്ലാം തന്നെ നടക്കുകയും എല്ലാം ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇത്തരത്തിൽ ഭീകരവാദികൾ ശക്തിപ്പെടുന്നു, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം, അല്ലെങ്കിൽ മാത്രമല്ല തങ്ങൾ നിരോധനത്തിന് ശേഷവും ശക്തരാണ് എന്ന ഒരു ഭീതി ജനിപ്പിക്കാൻ, പ്രദേശത്താകെ ഒരു ഭീതി ജനിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ കേസിലടക്കം ഉൾപ്പെട്ട ആളുകൾ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്, ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ഭീകരവാദികളുടെ ശക്തി കേന്ദ്രത്തിൽ പോലീസ് കടന്നു കയറുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നിരോധിച്ച സംഘടനകളുടെ പേരിലുള്ള കൊടികളും തോരണങ്ങളും അതേപോലെ തന്നെ സ്തൂപങ്ങളും ബസ് ഷെൽട്ടറുകളുമെല്ലാം സമാനമായ നിലയിൽ നിലനിൽക്കുന്നു. ഇത് മറയ്ക്കുവാനോ അല്ലെങ്കിൽ ഈ പേരുകൾ ഒഴിവാക്കുവാനോ ബന്ധപ്പെട്ട പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ കഴിയുന്നില്ല. ഇത് ഈ സംഘടന നിരോധിച്ചതാണോ എന്നുള്ള സംശയം പോലും ജനിക്കത്തക്ക നിലയിലാണ് അവരുടെ പരസ്യ ബോർഡുകളും അവരുടെ പ്രചാരണ കൊടികളും സ്തൂപങ്ങളുമെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത്. ഇത് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരം ഷെൽട്ടറുകളും ബോർഡുകളുമെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ജിജീഷ് പങ്കുവെക്കുന്നത്. കിരൺ കൂടി, കൊച്ചിയിൽ നിന്ന് കിരൺ കൂടി ചേരുന്നു. കിരൺ, നമ്മൾ ജന ടി വി വാർത്ത ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിരോധിത സംഘടനയുടെ ബോർഡുകളാണ് ഇത്തരത്തിൽ പരസ്യമായി ബസ് സ്റ്റോപ്പുകളിലും മറ്റും കാണാൻ കഴിയുന്നത്. ഇത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംസ്ഥാനത്ത് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ പോലും വലിയ വീഴ്ച വന്നിരിക്കുന്ന സംഭവമാണ്. ഇക്കാര്യത്തിൽ തുടർ നടപടി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ കിരൺ?
വിനോദ്, 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും പോപ്പുലർ ഫ്രണ്ടിനായിട്ട് എതിരായിട്ടുള്ള ഈ നടപടി ഉണ്ടായത്. ഈ നടപടി ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോടടുക്കുന്നു. ഈ സമയം വരെ ഇവരുടെ പേരിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇവരുടെ പേര് പ്രദർശിപ്പിച്ചതിനെതിരെ ഇതുവരെ പോലീസിന് നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ വാണിയക്കാട് ഉള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ അതിൻ്റെ മുൻരൂപങ്ങളായിട്ടുള്ള ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ വർഷങ്ങളായി സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഈ വാണിയക്കാട് നിന്ന് ഏകദേശം നിസാര കിലോമീറ്ററുകൾ ദൂരത്ത് മാത്രമാണ് പാനായിക്കുളം ഉള്ളത്. പാനായിക്കുളം കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ സിമിയുടെ ക്യാമ്പിൻ്റെ പേരിലാണ്. സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ഭീകരപ്രവർത്തകർ ഒരുമിച്ച് കൂടി നടത്തിയ രഹസ്യയോഗം ഇത് പാനായിക്കുളത്ത് നടത്തിയിരുന്നു. ഈ പാനായിക്കുളം ഇതിന് സമീപ പ്രദേശമാണ്. മാത്രവുമല്ല, തൊടുപുഴയിൽ അധ്യാപകൻ്റെ കൈവിട്ടിയ കേസിലെ പ്രതികൾ ഉണ്ടായിരുന്ന സ്ഥലം അത് വെടിമറ എന്ന സ്ഥലമാണ്. ഈ വെടിമറ നിൽക്കുന്നതും ഇതിൽ നിന്ന് ഏകദേശം കിലോമീറ്ററുകൾ മാത്രം ദൂരെയാണ്. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വർഷങ്ങളായി തന്നെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ കൃത്യമായ ഒരു പോലീസിൻ്റെ അന്വേഷണമോ അല്ലെങ്കിൽ ഈ നിരീക്ഷണമോ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നതോടുകൂടി തന്നെ വ്യക്തമാകുന്നത്. ഈ നിരോധനം വന്നതിന് ശേഷം പോലും പോലീസിന് അതിനുള്ളിൽ കടന്നു കയറിക്കൊണ്ട് ഒരു ശക്തമായ നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്ഥലത്ത് ഇത്തരം മതസംഘടന അല്ലെങ്കിൽ മതഭീകര സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെട്ട് കഴിയുന്ന ആളുകളാണ് ഉള്ളതെങ്കിൽ അതിന് സമീപ പ്രദേശത്ത് നിന്ന് ദേശീയവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. പോലീസ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ തന്നെ ആളുകൾ ഉയർത്തുന്നു. എന്നിട്ട് പോലും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേർത്തു. പ്രശാന്ത്, ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ പരസ്യ ബോർഡുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിനുള്ളിൽ നൽകുന്നത്. പ്രത്യേകിച്ചും നിരോധിത സംഘടനകളുടെ ബോർഡുകളും അതേപോലെ തന്നെ അവരുടെ സ്തൂപങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്നത് പോലും കുറ്റകരമാണ്. അപ്പോഴാണ് ഔദ്യോഗികമായി തന്നെ ഇത്തരം ബോർഡുകൾ നിലനിൽക്കുന്നത്. പോലീസിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതല്ലേ പ്രശാന്ത്? വിനോദ, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കാരണത്താലാണ് PFIയെ നിരോധിക്കുന്നത്. അത്തരത്തിൽ നിരോധിത സംഘടന, ആ സംഘടനയുടെ ബോർഡാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ബോർഡ് നിലനിൽക്കുന്നതിനിടയിൽ നിലനിൽക്കുന്നത് ഇത്ര കാലമായിട്ടും ഇതേ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഈ PFIയുടെ പേരിൽ ഒരു ബോർഡ് നിലനിന്നതായിട്ട് പോലും അതിനെ നമ്മുടെ കണ്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സംവിധാനമോ അതോ ഇൻ്റലിജൻസ് സംവിധാനമോ കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഗൗരവകരമായിട്ട് കാണേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ നിരോധനം ഏർപ്പെടുത്തിയ സംഘടന, ആ നിരോധനം ഏർപ്പെടുത്തിയ സംഘടനയ്ക്ക് ഉള്ള ശക്തി കേന്ദ്രങ്ങൾ എവിടെയാണെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്ന് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് അറിയാവുന്നതാണ്. എന്നിരിക്കെ തുടർന്നും നിരോധനത്തിന് ശേഷവും ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചൊരു പരിശോധനയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇൻ്റലിജൻസിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ എടുത്തു പറയുന്നത്. ഇപ്പോഴും ഇത്തരത്തിലൊരു പൊതു ഇടത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഈ സംഘടനയുടെ പേര് നിലനിൽക്കുന്നു എന്നത് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു കാര്യക്ഷമമില്ലായ്മ തന്നെയാണ്. എന്തായാലും ഉടൻ ഇത് നടപടി വേണമെന്നൊരു ആവശ്യവും ശക്തമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം ഒരു നടപടി ഇതിലുണ്ടാവണമെന്നൊരു ആവശ്യവും ശക്തമാണ്. കാരണം ഇത്തരത്തിൽ രാജ്യവിരുദ്ധ സംഘടന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി നിരോധിച്ചൊരു സംഘടനയുടെ ഫ്ലെക്സ് ബോർഡുകളും അല്ലെങ്കിൽ ഇത്തരത്തിൽ നെയിം ബോർഡ് എന്ന് പറയാം നമുക്ക്, അതായത് അവരുടെ പേരെഴുതി വെച്ചിട്ടുള്ള ബോർഡ് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ എടുത്തു മാറ്റുവാനോ അല്ലെങ്കിൽ അത്തരം ഒരു നടപടികൾ സ്വീകരിക്കുവാൻ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ പരാജയമാണെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും ഗൗരവപരമായ കാര്യമാണ് കാണേണ്ടത്. നേരത്തെയും ഈ സംഘടനയെ നിരോധിച്ചതിന് ശേഷവും പലയിടങ്ങളിൽ അവരുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു, കൊടികൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലടക്കം
അടക്കം ചില മേഖലകളിൽ മരത്തിന് മുകളിൽ ഈ കൊടി കുത്തിവെച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടാകുന്നത്. ഈ നിരോധനം കഴിഞ്ഞ് 2022 നിരോധനം ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 3 വർഷം പിന്നിടുമ്പോഴും സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോഴും പ്രവർത്തനമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നെയിം ബോർഡുകൾ. പ്രശാന്ത്, സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോഴും പ്രവർത്തനമുണ്ട് എന്ന് വ്യക്തമായി സൂചിപ്പിക്കത്തക്ക നിലയിലാണ് അവരുടെ പരസ്യ ബോർഡുകൾ എല്ലായിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യാൻ ഒരു നടപടിയും സർക്കാരിൻ്റെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ള കാര്യമാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനും അതേപോലെ തന്നെ കിരണും തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും പങ്കുവെക്കുന്നത്.